പട്ടാമ്പി പാലത്തിൽ ശാസ്ത്രീയമായ പരിശോധന വൈകുന്നതിൽ സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതരമായ വീഴ്ചയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. എത്രയും വേഗം പാലത്തിന്റെ പരിശോധനകൾ പൂർത്തിയാക്കി കൈവരികൾ സ്ഥാപിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. പട്ടാമ്പി പാലം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ. പുഴ കയറിയ പട്ടാമ്പി പാലത്തിലൂടെ കാൽനട മാത്രമാണിപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ വേണമെന്നാണ് അധികൃതർ പറയുന്നത്. ശാസ്ത്രീയമായ പരിശോധനകൾ വേഗത്തിലാക്കണം. ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടും വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ഒരു ദിവസം 10,000-കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനോ അല്ലെങ്കിൽ അതിനുള്ള സന്തോഷത്തിനോ അല്ല, അവരുടെ നിത്യ വരുമാനത്തിന് വേണ്ടി എത്രയോ പേര് രണ്ട് ഭാഗത്തേക്കും കടക്കേണ്ടതാണ്. അതുകൊണ്ട് കിലോമീറ്ററുകൾ മാറി വേണം ഇപ്പൊ യാത്ര ചെയ്യാൻ. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു നല്ല കാര്യമല്ല, എളുപ്പമല്ല. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഈ പാലത്തിന്റെ ബലക്ഷയം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. എത്രയും പെട്ടെന്ന് കൈവരികൾ പുനഃസ്ഥാപിക്കണം. ഇത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ആ അഭിപ്രായം സർക്കാർ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 5 ദിവസമായി പാലത്തിൽ വാഹനങ്ങൾ കടന്നുപോകാൻ സാധിച്ചിട്ടില്ല. പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നാൽ ഇത്രയും ദിവസമായിട്ടും വേണ്ടത്ര ശാസ്ത്രീയമായ പരിശോധന നടത്താൻ കഴിയാത്തത് ബന്ധപ്പെട്ടവരുടെ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും വി.കെ. ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. ഓട്ടോറിക്ഷ, ബൈക്ക്, കാറ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഞായറാഴ്ച ഉച്ചയോടെയാണ് എം.പി. പട്ടാമ്പി പാലം സന്ദർശിച്ചത്. കോൺഗ്രസ് നേതാക്കളും എം.പിക്കൊപ്പമുണ്ടായിരുന്നു. NCV ന്യൂസ്, തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.